മലയാള സിനിമയെയും കേരളത്തെയും ലോകമെമ്പാടുമുള്ള മലയാളികളെയും ഒരുപോലെ പിടിച്ചുലച്ച നീണ്ട 9 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നടൻ ദിലീപ് കോടതി വിധി കേട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഏറെ നാളത്തെ മൗനം വെടിഞ്ഞ് താരം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഒരു പക്ഷേ എല്ലാവരും കാതോർത്തത് ആ ഒരു പേരിന് വേണ്ടിയായിരുന്നു, മഞ്ജു വാര്യർ. എന്നാൽ ആ പേര് പരാമർശിച്ച ദിലീപിൻ്റെ രീതി ഇപ്പോൾ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് താൻ കുറ്റവിമുക്തനായി എന്നറിഞ്ഞ ആവേശത്തിൽ ദിലീപ് നടത്തിയ പ്രതികരണങ്ങൾ അല്പം കടന്നുപോയോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്ന ചോദ്യം. മഞ്ജുവിനെ തുടരുത് എന്ന് പലരും ഉപദേശിച്ചിരുന്നിട്ടും പുറത്തിറങ്ങിയ ദിലീപ് മഞ്ജുവിൻ്റെ പേര് എടുത്തു പറഞ്ഞ് ആക്ഷേപിച്ചത് പലരെയും അമ്പരപ്പിച്ചു. 9 വർഷമായി ഉള്ളിൽ സൂക്ഷിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അതിൽ വന്ന ആവേശം ദിലീപിന് തന്നെ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക സിനിമാ വൃത്തങ്ങൾക്കിടയിലുണ്ട്. സംവിധായകൻ ആലപ്പി അഷ്റഫ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ദിലീപിൻ്റെ ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ മൗനമാണ് ഏറ്റവും നല്ലത് എന്ന് ഓർമ്മിപ്പിച്ച അദ്ദേഹം ദിലീപിൻ്റെ ഈ പ്രകടനം അതിജീവിതയായ നടിക്ക് നീതി കിട്ടിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളിൽ വലിയ അമർഷമുണ്ടാക്കാൻ കാരണമായേക്കുമെന്നും ചൂണ്ടിക്കാട്ടി. ദിലീപ് സിനിമകൾ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനങ്ങൾ വരെ ഇതിൻ്റെ ഭാഗമായി ഉയരുന്നുണ്ട്. കഠിനാധ്വാനം കൊണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ ഒപ്പമെത്തിയ ദിലീപ് ഈ നിർണായക ഘട്ടത്തിൽ കുറച്ചുകൂടി സംയമനം പാലിക്കേണ്ടതായിരുന്നു എന്നാണ് പലരുടെയും പക്ഷം. മഞ്ജു വാര്യരെ വെറുതെ ഇതിലേക്ക് വലിച്ചിഴച്ചത് തെറ്റായിപ്പോയി എന്ന് വിമർശകർ ഒരേ സ്വരത്തിൽ പറയുന്നു. തൻ്റെ കലാപരമായ കഴിവുകൾ കൊണ്ട് താരം ഇനിയും മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും ഈ പ്രസ്താവനയിൽ അല്പം നിരാശർ തന്നെയാണ്. എന്തു വന്നാലും ഈ കഥയിൽ ഇനി എന്ത് വഴിത്തിരിവുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.